അസർബൈജാനിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. പി ജെയിംസ്, വാർത്താ ഏജൻസി വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഏകദേശം സ്ഥിരീകരണമായിരുന്നു, കാരണം ആരും രക്ഷപ്പെട്ടിട്ടില്ല ഈ ഹെലികോപ്റ്റർ അപകടത്തിൽ എന്ന വാർത്ത വരികയായിരുന്നു. കിഴക്കൻ അസർബൈജാനിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. വിവരങ്ങൾ പറയൂ. SKN, ഏതായാലും ആ അപകടം സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഔദ്യോഗിക വാർത്താ ഏജൻസികളുടെ ഇർണയുടെയൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന വാർത്തകളെ വിശ്വസിക്കാമെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി നോ മോർ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ദുഃഖകരമായിട്ടുള്ള വാർത്ത അറിയിക്കേണ്ടി വരുന്നു. SKN ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അസർബൈജാനിലെ പുതിയ ഡാമിൻ്റെ ഉദ്ഘാടന ശേഷം അദ്ദേഹം ഹെലികോപ്റ്ററിൽ മടങ്ങുകയായിരുന്നു. 4 പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ട് 30 മിനിറ്റ് നേരം യാത്ര ചെയ്ത ശേഷം അവിടുത്തെ കിഴക്കൻ അസർബൈജാൻ്റെ മലനിരകളിൽ തകർന്നു വീഴുകയായിരുന്നു. ബന്ധം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇതിന് ശേഷമാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിക്കരിഞ്ഞ നിലയിലാണ് അത് കണ്ടെത്തിയത്. അന്വേഷണ സംഘങ്ങൾ അടുത്ത് എത്തിയെന്നാണ് അറിയുന്നത്. അന്വേഷണം വളരെ ഇതായിട്ട് നടന്നു. അവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ ആണ് കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അത് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ള ഹിയാനിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രവിശ്യ ഗവർണർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ അലി ഖാമിനിയുടെ പ്രതിനിധിയും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. SKN, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടു എന്നുള്ളത്. അദ്ദേഹം 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതാണ്. 20 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രവിശ്യയിലെ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെട്ടു. പിന്നീട് ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി. അവിടെ നിന്ന് ജുഡീഷ്യറിയിലേക്ക് വന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. ആ സമയത്താണ് 1988 SKN ഇറാഖ് വാറിന് ശേഷം നടന്ന വിചാരണയിൽ 5000 പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ച അതിന് പ്രധാന ആളായിട്ട് അദ്ദേഹത്തെ പാശ്ചാത്യ ലോകം മുദ്രകുത്തിയത്. വലിയ ഉപരോധങ്ങൾ ഇപ്പോഴും നേരിടുന്നു. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിലേക്കും സന്ദർശിക്കാൻ പറ്റില്ല. വളരെ കൺസർവേറ്റീവായിട്ടുള്ള ഹാർഡ് ലൈനറാണ്, തീവ്ര നിലപാടുകാരനാണ്. അദ്ദേഹത്തിന് ജയിച്ചു വരിക എളുപ്പമായിരുന്നില്ല. 2017 അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം റുഹാനി എന്ന മിതവാദിയോട് പരാജയപ്പെട്ടു. റുഹാനിയായിരുന്നു പ്രസിഡൻ്റായത്. പക്ഷേ 2021 അദ്ദേഹം തിരിച്ചുപിടിച്ചു. അദ്ദേഹം മിതവാദികളെ മുഴുവൻ ഒഴിവാക്കി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള പരമാധികാരിയുടെ പിന്തുണയോടെ 62% വോട്ട് നേടി അദ്ദേഹം പ്രസിഡന്റ് ആവുകയായിരുന്നു. 3 പേർ സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ അവരെ ഒക്കെ വീക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരുന്നു. നോട്ടയ്ക്ക് ഇതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്തവർ 42 ലക്ഷമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് നിലപാടുകൾ തീവ്രമായത്. പ്രത്യേകിച്ച് ഹിജാബ് ധരിക്കണമെന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ജെയിംസ്, ഒരു നിമിഷം. മുൻ US അംബാസഡറായിരുന്ന TP ശ്രീനിവാസൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സാർ. യഥാർത്ഥത്തിൽ വലിയൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടി വന്നിരിക്കുന്നത്. ഈ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. അദ്ദേഹത്തോടൊപ്പം ഈ ഈസ്റ്റ് അസർബൈജാനിലെ ഗവർണറും ഒക്കെ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അതേപോലെ വിദേശകാര്യമന്ത്രിയും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ആരും രക്ഷപ്പെട്ടതായി അറിവില്ല. ഒരുപക്ഷെ അങ്ങോട്ട് ചോദിക്കാനുള്ളത്, ഒരുപക്ഷെ ഈ വിയോഗം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള പ്രത്യാഘാതം എന്തായിരിക്കും? അത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അത് ഫോളോ ചെയ്യുകയായിരുന്നു. ഹെലികോപ്റ്റർ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് രക്ഷയുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇത് അറിയുന്നത് ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത്. ഇത് തീർച്ചയായും പെട്ടെന്നുണ്ടാകുന്ന ഒരു വ്യത്യാസമല്ലേ ഇറാൻ രാഷ്ട്രീയത്തിൽ. അപ്പോൾ അത് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ഇപ്പം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സമയമാണ്. അതെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് വളരെയധികം ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതിൻ്റെ അറിവൊന്നും ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആയിരിക്കും ഇതിനെ ഇടപെടേണ്ടി വരിക എന്നുള്ളതൊരു വലിയ വ്യത്യാസമായിരിക്കാം. ഇസ്രായേൽ പറയുന്നത് ഇറാനിന്റെ ഉദ്ദേശം ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഇറാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പാലസ്തീൻ ഇപ്പോൾ ആകെയുള്ള ഒരു സുഹൃത്ത് ഇറാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു കാര്യമാണിത്. ആരാണ് നേതൃത്വത്തിൽ വരിക. പക്ഷെ അവിടെ ഒരു തിയോക്രാറ്റിക്
സിസ്റ്റമാണല്ലോ, ഓൾമോസ്റ്റ് ലൈക്ക് എ കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം. അപ്പോൾ അവർക്കൊരു ലൈൻ ഓഫ് സക്സസേഴ്സ് കാണും അവരുടെ ഈ ആയത്തുള്ളമാരുടെ ഇടയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെസ്റ്റ് ഏഷ്യയിലെ അന്തർദേശീയ രാഷ്ട്രീയത്തെ വളരെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, ഈ അയത്തുള്ള കൊമേനിയുടെ സ്വാധീനം ഇനിയും ചിലപ്പോൾ ഈ കാര്യത്തിൽ കൂടുമോ? എന്തായിരിക്കും ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഉണ്ടാവുക? അതെ, തീർച്ചയായിട്ടും ഇറാൻ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ. അവർക്ക് ചൈനയായിട്ട് നല്ല ബന്ധമാണ്. അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് അവർ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവര് മായ ഒരു നിലപാടാണ് പല കാര്യങ്ങളിലും എടുക്കുന്നത്. അതേസമയം തന്നെ ഒരു വളരെ റെസ്ട്രെയിൻഡ് ആയിട്ടാണ് അവർ പെരുമാറുന്നത്. ഇപ്പം ന്യൂക്ലിയർ ഡീലിന്റെ കാര്യത്തിൽ അതിപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം അവരുടെ ഈ സാങ്ഷൻസ്, അമേരിക്കൻ സാങ്ഷൻസ് അവരെ ധാരാളം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ന്യൂക്ലിയർ ഡീലിനെ അവർ സമ്മതിച്ചത്. പിന്നെ ട്രംപ് അതിൽ നിന്ന് പുറത്തായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇല്ലാതായിപ്പോയി. ഇനിയിപ്പോൾ ട്രംപ് വരുന്നു എന്നുള്ള ഭയം തന്നെ അവർക്കുണ്ടായിരുന്നു വരാം. ഒരു കാര്യം കൂടി സാർ, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇറാനുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാനും ഇന്ത്യയും തമ്മിൽ അടുത്ത് സഹകരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഈ നമ്മുടെ ബന്ധത്തെ ഇത് എങ്ങനെയായിരിക്കും ഭാവിയിൽ സ്വാധീനിക്കാൻ പോകുന്നത്? ഇല്ല, ഇറാനുമായിട്ട് നമുക്ക് ഇപ്പോഴും നല്ല ബന്ധമാണ്. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്ത് ചൈനയുടെ പ്രവർത്തനങ്ങൾ, ചബഹാർ പോർട്ടിന്റെ കാര്യത്തിലൊക്കെ ചൈന ഇറാനുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഒരു റെയിൽവേ ലൈൻ അവർ നമ്മളെ ഇന്നെടുത്ത് ചൈനയ്ക്ക് കൊടുക്കുന്ന ചില വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് അലസരപ്പെടുത്തുന്നതാണെങ്കിലും ഇറാനുമായിട്ടുള്ള ബന്ധം എല്ലാ കാലത്തും നന്നായിരുന്നിട്ടുണ്ട്. നമ്മളവരുടെ അമേരിക്കൻ സാങ്ഷൻസ് ഒന്നും നമ്മൾ ഇമ്പോസ് ചെയ്തിട്ടില്ല. നമ്മൾ ഓയിൽ വാങ്ങിച്ചുകൊണ്ടേയിരുന്നു ഈ കാലഘട്ടങ്ങളിലെല്ലാം. അപ്പൊ അങ്ങനെ പലതരത്തിലും ബയലാറ്ററൽ റിലേഷൻസ്, ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. പക്ഷെ അവരുടെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അവരെങ്ങനെയാണ് റഷ്യയോട് ചൈനയോട് എങ്ങനെയാണ് അടുക്കുന്നത്, അതിലൊക്കെ നമുക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഈ റഷ്യയും ചൈനയുമായിട്ടുള്ള വലിയൊരു ദൃഢമായ ബന്ധം ഇപ്പോഴത്തെ ഷീ ജിൻപിങ് അവിടെ പോയപ്പോൾ ഉണ്ടായി. അപ്പൊ അത് ഇപ്പൊ റഷ്യയും ചൈനയും കൂടെ ഒന്നിച്ചാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ പോകുന്നതെങ്കിൽ അതിന് വലിയ കോൺസിക്വൻസസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ ഒരു ദുർഘടസ്ഥിതിയിൽ പോകുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പേഴ്സണലായിട്ട് എല്ലാവരും ഒരു മോഡറേറ്റ് പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാലും പഴയ ഹിജാബിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു യുദ്ധകാംക്ഷിയായ പ്രസിഡന്റായിട്ടല്ല അദ്ദേഹത്തിനെ ആരും കാണുന്നത്. പക്ഷേ ഓഫ്കോഴ്സ് തിയോക്രാറ്റിക് പ്രസിഡന്റ് ആയതുകൊണ്ട് അവരുടെ നയങ്ങളെല്ലാം തുടരുക തന്നെ ചെയ്യും. പ്രസിഡന്റ് ട്രംപ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നത് ഇറാൻ റിലേഷൻഷിപ്പ്. പക്ഷെ യുദ്ധമില്ലാതെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത്. അതാരായാലും ഇറാൻ പ്രസിഡന്റ് ആയാലും അത് നിലനിൽക്കുമെന്ന് നമുക്ക്. ഓക്കെ. എന്തായാലും താങ്ക് യു സാർ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് താങ്ക് യു. മുൻ US അംബാസിഡർ, ഇന്ത്യൻ അംബാസിഡർ TP ശ്രീനിവാസൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഏറ്റവും വലിയ വാർത്ത ഈ നിമിഷത്തിൽ വരുന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസ് നമ്മുടെ അസർബൈജാനിൽ നടന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. അദ്ദേഹത്തോടൊപ്പം ആ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിരുന്ന ആരും രക്ഷപ്പെട്ടില്ല. കിഴക്കൻ അസർബൈജാനിൽ തകർന്നു വീണ കത്തിക്കരിഞ്ഞ ഹെലികോപ്റ്ററിൽ ജീവൻ്റെ കണിക പോലുമില്ല എന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഈ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മരിച്ചു, ഇബ്രാഹിം റൈസി മരിച്ചു എന്ന രീതിയിൽ തന്നെ ഇറാനിയൻ വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിരിക്കുന്നു.